അപ്പോൾ നിങ്ങൾ ഷോർട്സ് കണ്ടായിരുന്നോ? അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇത്. അപ്പം ഞാൻ കോവയ്ക്കയെല്ലാം പറിച്ച് നമുക്ക് ഇത് കൊണ്ടുപോയി മെഴുക്ക് പുരട്ടി വെക്കണം. ഇതാണ് ഇത്രയും സ്ഥലത്താണ് കോവയ്ക്ക ഉള്ളത്. ആദ്യമൊക്കെ വാടിപ്പോയായിരുന്നേ, പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ നല്ലതായിട്ട് ഉണ്ടായി വന്നതാണ്. ഇതിപ്പോൾ എന്തുവാ, വാടിപ്പോയ സമയത്ത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രാവിലെ ചായയൊക്കെ ഇടുമ്പം ആ തേയിലക്കൊത്ത് ബാക്കി വരുമ്പോൾ വെള്ളം ചേർത്ത് നല്ലപോലെ ഒഴിച്ചു കൊടുക്കും. പിന്നെ മീൻ കഴുകുന്ന വെള്ളം, ഈ ഉപ്പിടാതെ നമ്മൾ മീൻ കഴുകൂലേ ആദ്യം, അതും അതിൻ്റെ മൂട്ടിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇത് അച്ഛൻ കൊണ്ടുതന്ന ഒരു ചെറിയൊരു കോവലിൻ്റെ കമ്പായിരുന്നു. അങ്ങനെ പടത്തി കൊടുത്തതാണ്. അങ്ങനെ ഇത്രയും കോവയ്ക്ക കിട്ടും. അപ്പം കോവയ്ക്ക പറിച്ചു കൊണ്ടുപോയി മെഴുക്ക് പുരട്ടി വെക്കും കേട്ടോ. അതുകൊണ്ട് ഇത്രയും കോവയ്ക്ക കിട്ടി. നല്ല ടേസ്റ്റായി കോവയ്ക്കയ്ക്ക്. ഇത്രയും വലുതാണേലും ഇത് പിഞ്ചാണേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാണ് ഇത്രയും സ്ഥലത്താണ് പടത്തിയേക്കുന്നത്. താഴേന്ന് വന്നൊരു ചെറിയ കമ്പാ കണ്ടോ. ഇത്രയും സ്ഥലത്ത് പടത്തിയെന്ന് ഇത്രയും ഇത് കിട്ടി. ഇനി ഈ കോവയ്ക്ക കൊണ്ടുപോയിട്ട് മെഴുക്ക് പുരട്ടി വെക്കാം കേട്ടോ. നല്ലപോലെ കഴുകണം. ഇതിനൊരു കറയുണ്ട്, അത് നല്ലപോലെ പോകണം. ഒരു 2-3 വെള്ളത്തിൽ നല്ലപോലെ കഴുകിയാൽ മതി. വേറെ വിഷമൊന്നും ചേർക്കാത്തതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കഴുകിയെടുത്ത് ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് നടുക്കൂന്നൊന്ന് കീറി കൊടുക്കണേ. ഇതാണ് ഞാൻ കാണിച്ചു തരാം. എന്താണ്ട് പിഞ്ചാ കണ്ടോ. ഇത് എന്നിട്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കും. കോവയ്ക്ക വെച്ച് എനിക്ക് തോരനും മെഴുക്ക് പുരട്ടിയും അറിയാവൂ, വേറൊന്നും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അമ്മയാണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ കറി വെക്കും കോവയ്ക്ക വെച്ച്. പക്ഷേ ഇവിടെ മെഴുക്ക് പുരട്ടിയാണ് കൂടുതലും ഇഷ്ടം. പിന്നെ ഇതാണ്ട് ഞാൻ എല്ലാം അരിഞ്ഞെടുക്കുവാണേ. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് നമുക്കിത് മെഴുക്ക് പുരട്ടി വെക്കാം. മെഴുക്ക് പുരട്ടി രണ്ട് തരത്തിൽ ഞാൻ വെക്കുവേ. ആദ്യം എന്ന് വെച്ചാൽ ശകലം ഇതെല്ലാം അരിഞ്ഞ് 2 പച്ചമുളക് കൂടെ കീറിയിട്ട് വെള്ളവും കൂടെ കുടഞ്ഞ് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റി, തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് ആവി കയറ്റിയിട്ട് ആ വെള്ളമെല്ലാം വറ്റുമ്പം ശകലം വെളിച്ചെണ്ണ തൂവി കൊടുത്ത് ഇങ്ങനെ മെഴുക്ക് പുരട്ടിയായിട്ട് എടുക്കും. പിന്നെ രണ്ടാമത് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതെല്ലാം താണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇരുമ്പ് ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലെ വെള്ളമെല്ലാം വറ്റുമ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് ഞാനൊരു 2 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അതിട്ട് കൊടുത്ത് അത് നല്ല മൂത്ത് വരുമ്പം ഇതാണ്ട് ഇപ്പോൾ എണ്ണ ചൂടായി. ഇതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, അതാണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് 2 പച്ചമുളക്. അത് കഴിഞ്ഞ് ഇത് നല്ല മൂത്ത് വരുമ്പം ഞാനൊരു ശകലം മഞ്ഞൾപ്പൊടിയും അത് കഴിഞ്ഞ് ശകലം ഉപ്പുകൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ഈ എണ്ണയിൽ നല്ല മൂപ്പിച്ചെടുക്കും. ഇത്രയും ഉപ്പുകൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് എണ്ണയിൽ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ കോവയ്ക്ക ചേർത്ത് കൊടുക്കുവാണേ. മുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കോവയ്ക്ക ഇട്ട് കൊടുക്കുക. കോവയ്ക്ക നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാം ഇട്ട് കൊടുക്കുക. ഇത് സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മെഴുക്ക് പുരട്ടി ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് ഇത് നല്ല ആ എണ്ണയിൽ നമ്മൾ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടില്ല, അതെല്ലാത്തിലും പിടിക്കണ്ടേ. അപ്പം സ്പൂൺ വെച്ച് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതെല്ലായിടവും നല്ലപോലെ മിക്സ് ചെയ്യുന്ന വിധം നല്ലപോലെ ഇളക്കി എല്ലായിടവും നല്ലപോലെ എല്ലാ കഷ്ണത്തിലും ആ കോവയ്ക്കയിലെല്ലാം നല്ല മഞ്ഞൾപ്പൊടിയും ആ എണ്ണയൊക്കെ ഒന്ന് പുരണ്ട് കഴിയുമ്പോൾ ഇത് അടച്ചു വെക്കണം. നമ്മൾ അടച്ചു വെച്ച് കൂട്ടി വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഈ കഷ്ണം ചെറുതായിട്ടൊന്ന് വേവുമ്പം തുറന്ന് നോക്കി, ഇനിയും കൂട്ടിയൊന്നും വെക്കണ്ട, നല്ലപോലെ ഇളക്കിയിട്ട് അത് തോർത്തി വെക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു അത്യാവശ്യം ആ കോവയ്ക്ക വെന്തു. ഇനിയും വെന്താൽ അതൊന്നും കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
എന്നിട്ട് നമ്മളിതുപോലെ ആക്കി വെക്കും കേട്ടോ. മറ്റേതാകുമ്പോൾ നമ്മൾ വെള്ളം കുടഞ്ഞിട്ട് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ എണ്ണ ഒഴിക്കും. ഇത് ആദ്യമേ എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് ഇനി എണ്ണ ഒഴിക്കണ്ട. അങ്ങനെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ദാണ്ട് മെഴുക്കുവരട്ടി റെഡിയാണേ. ഇതാ കണ്ടോ, എല്ലാം നല്ലപോലെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കോവയ്ക്ക വെച്ച് മെഴുക്കുവരട്ടി റെഡിയാണ്. ഇനി ചോറിൻ്റെ കൂട്ടത്തിൽ മക്കൾക്ക് കൊടുത്തു നോക്കാമേ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ കണ്ടോ, ഞങ്ങളുടെ മെഴുക്കുവരട്ടി റെഡിയാണേ. അപ്പോൾ അതാ കണ്ടോ, ഇതുപോലെ ഇരിക്കും മെഴുക്കുവരട്ടി. ഇനി എൻ്റെ മക്കൾക്ക് കൊടുക്കുമോ ഉച്ചയ്ക്ക് ചോറും സാമ്പാറും മെഴുക്കുവരട്ടി മീനുമായിരുന്നു. ഇതാ മൂത്ത മോന് കൊടുക്കുവാണേ. ഇതാ അവൻ കഴിച്ചിട്ട് അവനത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ ശകലം ചോറുകൂടെ വിഴുങ്ങിയിട്ടാണ് അതിൻ്റെ അഭിപ്രായം പറയുന്നത് കൊള്ളാമെന്ന്. ഇളയാൾക്ക് കൊടുത്തപ്പം കൊള്ളാമെന്ന് പറഞ്ഞേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ വീഡിയോ. ബൈ.